അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൂഫിസത്തെക്കുറിച്ചാണല്ലോ നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ മടവൂർ CM വലിയുള്ളാഹി അവരുടെ ഉറൂസിൻ്റെ അവസാന ദിവസമായിരുന്നു 17-ാം തീയതി. ഞാനിന്ന് പോയിരുന്നു. ധാരാളം ആളുകളുണ്ടായിരുന്നു. ഇത്രയും അധികം ആളുകൾ അവിടെ വന്ന് ചേരണമെങ്കിൽ അവർക്കുള്ള അനുഭവങ്ങളാണ് അതിന് കാരണം. പലരും ഇത്തരം വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. അനുഭവങ്ങൾ കണ്ടറിഞ്ഞവരും കാണാതെ അവരുടെ കഥകൾ കേട്ടിട്ട് ആശയക്കുഴപ്പത്തിലായി പോകുന്നവരും, എങ്കിൽ അവരുടെ കഥ കേട്ടുകൊണ്ട് വിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ നടക്കാൻ വരുന്നവർ, അങ്ങനെ 3 കൂട്ടരുണ്ട്. ഒന്ന്, അവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന അവരുടെ അനുഭവങ്ങൾ കിട്ടിയവരുടെ വിശ്വാസവും. 2, ഇവർ പറഞ്ഞത് കേട്ടുകൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരും. 3, ചില കാര്യങ്ങൾ ശരീരത്തിന് വിപരീതമായി കാണുമ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്തിരിഞ്ഞ് അതിനെ എതിർക്കുന്നവരും ഉണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നല്ല ആളുകളും അതുപോലെ തന്നെ ചീത്ത ആളുകളും ഉണ്ടെന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെയാണല്ലോ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവരുടെയും ഉള്ളിൽ ഒരു അള്ളാഹുവുമുണ്ട്, ഒരു ഇബ്ലീസുമുണ്ട്. അതിൽ ഏകദേശം ഒരു മനുഷ്യൻ്റെ ശരീരത്തിനെ മുഴുവനും ആവരണം ചെയ്തിരിക്കുന്നത് ഇബ്ലീസാണ്. ആ ഇബ്ലീസിൽ നിന്ന് മനസ്സിനെ മോചിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ ദൗത്യമാണ് നമ്മളുടെ ഇബാദത്ത് എന്ന് പറയുന്നത്. ആ ഇബാദത്തിലൂടെ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഇബ്ലീസിനെ പുറത്താക്കാനുള്ള ഒരു യുദ്ധമാണ്. ആ യുദ്ധം നടത്തലാണ്. നമ്മുടെ അള്ളാഹ് മറഞ്ഞു നിൽക്കുകയാണ്. സാത്താനാണ് വിലസുന്നത്. മന്നറഫ നഫ്സു വഖദറബ റബ്ബു. അപ്പോൾ നീ നിൻ്റെ ശരീരത്തെ തിരിച്ചറിഞ്ഞാൽ നിനക്ക് നിൻ്റെ റബ്ബിനെ കാണാൻ പറ്റും എന്ന് സൂഫികൾ പറയുന്നത് പോലെ, നമ്മുടെ ഉള്ളിലുള്ള ഈ പറയുന്ന ഇബ്ലീസിനെ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ആ നല്ല കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഒരു യുദ്ധമാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ ഇബ്ലീസിനെ തോൽപ്പിച്ച് അള്ളാഹുവിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പാടാണ്. ചിലർ അതിൽ വിജയിക്കും, ചിലർ അതിൻ്റെ പാതി വഴിയിലെത്തും, ചിലർ ഈ ഇബ്ലീസിൽ തന്നെ അടിമപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് അനുഭവങ്ങളുണ്ടായിട്ടും ചിലർക്ക് വിശ്വസിക്കാൻ പറ്റാതെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു സുഹൃത്തുണ്ട്, എൻ്റെ വളരെയധികം പ്രിയപ്പെട്ടൊരു സുഹൃത്താണ്. ഞാൻ ഈ സൂഫി മേഖലയെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് എനിക്ക് ഇത്തരം മഹാന്മാരെക്കുറിച്ച് കഥ പറഞ്ഞു തരുന്ന ഒരാളാണ് എൻ്റെ സുഹൃത്ത്. അപ്പോൾ അദ്ദേഹം പലപ്പോഴും വന്നിട്ട് ഏർവാടിയെക്കുറിച്ചിട്ടും നാഗൂരിനെ കുറിച്ചിട്ടൊക്കെ ചരിത്രങ്ങൾ ഇങ്ങനെ പറയും. അവർ വലിയ മഹാന്മാർ, പുള്ളിയുടെ ഉമ്മ ഭയങ്കര വിശ്വാസിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കഥകളൊക്കെ പറയും. അപ്പോൾ ഞാനും ഇങ്ങനെ കേൾക്കും, കാരണം ഞാൻ എവിടെയും പോയിട്ടില്ല ആ സമയത്ത്. അപ്പോൾ മനസ്സിൽ തോന്നും, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാനുള്ള ഒരു കൊതി നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും. എങ്കിലും പോകാനുള്ള ആ ഒരു പക്വതയും അവസ്ഥയൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവനിൽ നിന്നാണ് ഞാനിതെല്ലാം കേട്ടത്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഏർവാടിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഏർവാടിക്ക് പോയി തിരിച്ചു വന്ന കക്ഷി പിന്നെ സംസാരിക്കുന്ന രീതി മൊത്തം എല്ലാ ഇതുപോലെയുള്ള മക്ബറകളെയും വിമർശിച്ചുകൊണ്ടാണ് പുള്ളിയുടെ വായിൽ നിന്ന് സംസാരം. അപ്പം ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി. നമ്മുടെ മുമ്പിൽ ഇത്രയും വലിയ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾ ഇതേ അവിടെ പോയി വന്നതോടുകൂടി അയാളുടെ വിശ്വാസം പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളിയുടെ വിശ്വാസം പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഏർവാടി ദർഗയിലേക്ക് ചെന്നപ്പോൾ അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും കണ്ടപ്പോൾ പുള്ളിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല.
കാരണം ശരീഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചിരിക്കുന്ന അറിവും അവിടെ നടക്കുന്ന ആചാര അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കായാലും സംശയം വന്നു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഒട്ടും മനസ്സിലാകാത്ത ഏതൊരാൾ അവിടെ ചെന്നാലും അവരുടെ വിശ്വാസം തകർന്നടിഞ്ഞു പോകും. എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കണ്ണുകൊണ്ട് കാണുകയും അവരുടെ കൂടെ സഹവസിക്കുകയും അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തവർക്ക് അവിടുത്തെ കാഴ്ചകളൊന്നും തോന്നില്ല. കാരണം അവിടുത്തെ കാഴ്ച കാണാൻ പോണവരല്ല, അവരെ കാണാൻ പോകുന്നവരാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇബ്രാഹിം ബാദ്ഷാ എന്ന് പറയുന്ന മഹാനവറുകളുടെ സാമീപ്യത്തെ തേടി പോകുന്നവരാണ്. കാഴ്ച കാണാൻ പോകുന്നവർക്ക് പല കാഴ്ചകളും കാണേണ്ടി വരും, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും, അതിൽ തെറ്റും ശരിയുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ കാഴ്ച കാണാൻ പോകുന്നവർക്കാണ് പ്രശ്നങ്ങൾ എങ്കിൽ അവരെ കാണാൻ പോകുന്നവർക്കൊരു പ്രശ്നമില്ല. അങ്ങനെ അവരെ കാണാൻ പോകണമെങ്കിൽ അവരെ അറിഞ്ഞവരായിരിക്കണം, അവർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാഞ്ഞിരമുറ്റം അവിടെ നടക്കുന്ന ഉറൂസ്, ചന്ദനക്കുടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആനയും അമ്പാരിയും കച്ചവടങ്ങളും അങ്ങനെ പല രീതിയിലും. അപ്പോൾ ഇത് ഒരു ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീക്ഷിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശിർക്കായ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അവർക്ക് പറയാൻ കഴിയും. കാരണം മറ്റ് മതസ്ഥർ നടത്തുന്ന ആചാരങ്ങൾ പോലെയാണ് ഇസ്ലാമിൽ ഈ കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഉത്സവം പോലെ ആയി പോകുന്നു. സത്യത്തിൽ ഒരു ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഷിർക്കാണ് എന്നുള്ളത് നമുക്ക് പറയാം. എങ്കിലും സുഫീരതന്മാരായ ആളുകൾ സൗഹാർദ്ദത്തെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഭൂരിഭാഗം സൂഫികളെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ മതങ്ങളെ നോക്കി മനുഷ്യരെ കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യരായി കാണുകയും അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവർ വന്നാലും അവരെ സ്നേഹത്തോടു കൂടി കണ്ട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണവർ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടറിഞ്ഞൊരു കാര്യമാണ്. കാണാത്തവർക്കത് മനസ്സിലാകില്ല. അപ്പോൾ അവിടെ കാഞ്ഞിരമുറ്റത്ത് നടക്കുന്ന ആ ഒരു സംഭവം ഷിർക്കാണെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നിരീക്ഷണം നടത്തിയപ്പോൾ ധാരാളം ആളുകൾ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിപ്പുണ്ട്. പൊരിക്കച്ചവടക്കാർ, അവല് കച്ചവടക്കാർ, അലുവ കച്ചവടക്കാർ, അങ്ങനെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുന്ന ഒരുപാട് ആൾക്കാർ അവിടെ കാണാം. ഒരുപാട് ആളുകൾ വരികയും അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു മഹാൻ്റെ സ്മരണ പുതുക്കുന്ന ഒരു ദിവസം ധാരാളം ആളുകൾ അവിടെ വരുമ്പോൾ ഇത്തരം കച്ചവടങ്ങൾ തകൃതിയായി നടക്കുമ്പോൾ എത്രയോ കുടുംബങ്ങളാണ് ജീവിതമാർഗമായിട്ട് അവരുടെ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നത്. അപ്പോൾ അവിടെ ഒരു നന്മയുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ജീവിക്കാനായിട്ടുള്ളൊരു വഴിയാണ് അവിടെ തുറക്കുന്നത്. അപ്പോൾ ഏത് ഉത്സവം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് കാര്യങ്ങൾ, മനുഷ്യന് ജീവിക്കാൻ എന്തെങ്കിലും ജോലി വേണ്ടേ? ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരുന്നാൽ എന്ത് ചെയ്യും? എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടുമോ? എല്ലാവർക്കും പട്ടാളക്കാരനാകാൻ പറ്റുമോ? എല്ലാവർക്കും പള്ളിയിലെ മൊയ്ലിയാരാകാൻ പറ്റുമോ? എല്ലാവർക്കും സിനിമാ നടനാകാൻ പറ്റുമോ? അങ്ങനെ എല്ലാവർക്കും എല്ലാം ആകാൻ പറ്റില്ല. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ തരത്തിലുള്ള ജോലികളാണുള്ളത്. അങ്ങനെയാണ് ഓരോരുത്തരും അവരവരുടെ കുടുംബം നല്ല രീതിയിൽ നോക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ആരും കക്കാൻ പോകാതെ മാന്യമായി ഉപജീവന മാർഗം നടത്താൻ ആളുകൾ കൂടുന്ന സ്ഥലത്ത് അവരൊരു കച്ചവടം നടത്തി അതിൽ നിന്ന് 10 രൂപ ഉണ്ടാക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ അത്തരം ആളുകൾക്ക് ജീവിക്കാനുള്ളൊരു മാർഗം ആ ഒരു സംഭവത്തിലൂടെ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ അൽഹംദുലില്ലാഹ് എന്നല്ലേ പറയേണ്ടത്? എത്രയോ ആൾക്കാർക്ക് ജീവിക്കാനൊരു മാർഗം കിട്ടി. ഇപ്പോൾ മൈക്ക് കെട്ടി പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് നടക്കുന്ന ഉറൂസുകൾ വരെ ഉണ്ട്. പൊന്നാനി ഭാഗത്തോട്ടൊക്കെ നോക്കിയാൽ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അതെല്ലാം അനാചാരങ്ങളാണ്. ശരിയാണ്, അതെല്ലാം അനാചാരം തന്നെയാണ്, ഇല്ലെന്ന് ഞാനും പറയുന്നില്ല. എന്ന് വെച്ചുകൊണ്ട് അത് നടത്തിക്കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഈ മഹാന്മാരാരും പഠിപ്പിച്ചിട്ടുമില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. അവർ പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. അത് നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്നാലാണ്. ഇപ്പോൾ മടവൂർ ഷെയ്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഉപേക്ഷിച്ച് ഒരു വീടിൻ്റെ ഉള്ളിൽ പോയിരുന്ന ഒരാളാണ്. അവർ മൺമറഞ്ഞപ്പോൾ അവർക്ക് മക്കാമുണ്ടാവുകയും അവിടെ ധാരാളം ആളുകൾ വരികയും ഒക്കെ ചെയ്യുന്നത് അവർ ക്ഷണിച്ചിട്ടല്ല. എങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളാണ് ആളുകളെ അവിടേക്ക് ക്ഷണിപ്പിക്കുന്നത്.
പോകാൻ തോന്നുന്നത്. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അത് ആ വിശ്വാസമുള്ളവനിക്ക് അനുഭവങ്ങളുണ്ടാകും. സംശയത്തോടു കൂടി നോക്കുന്നവൻ അത് കുടുംബത്തിൽ ജീവിച്ചാലും സമൂഹത്തിൽ ജീവിച്ചാലും എവിടെ ജീവിച്ചാലും അവൻ്റെ സംശയം ഒരിക്കലും തീരില്ല. അപ്പം അതുകൊണ്ട് സംശയമില്ലാത്തൊരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാനും വലിയ പാടാണ്. കാരണം എല്ലാവരും മൂസാ നബി ആകാൻ പറ്റുമോ? മൂസാ നബിയെ സൃഷ്ടിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ഫറോവയുണ്ട്. ഇബ്രാഹിം നബി ഉണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു നമ്രൂദ് ഉണ്ട്. റസൂലുള്ളാഹി ഉള്ളപ്പോൾ ഒരു അബൂലഹബും അബൂജഹലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലവന് ഓപ്പോസിറ്റായിട്ട് ഒരു മോശപ്പെട്ടവൻ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. സത്യത്തിൽ കത്തിമൂർച്ചയാക്കാനായിട്ട് ഒരു അരമുള്ള ഒരു വസ്തു വേണം എന്ന് പറഞ്ഞതുപോലെ ഒരു നല്ല വിശ്വാസിയുടെ വിശ്വാസം മൂർച്ഛിക്കപ്പെടുന്നത് ശത്രുക്കളുണ്ടാകുമ്പോൾ തന്നെയാണ്. വിമർശനങ്ങളെ നമ്മൾ അറിവുകളായിട്ട് ഉപയോഗിച്ചാൽ അത് വളരെയധികം ഉപകാരപ്പെടും. എങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ധാരാളം ആളുകൾ ഒന്നും അറിയാതെയാണ് സംസാരിക്കുന്നത്. കാരണം അവർക്ക് കേട്ടറിവും മാത്രമേ ഉള്ളൂ, കണ്ടറിവില്ല. പിന്നെ കുറേ പുസ്തകങ്ങളിൽ വായിച്ച് ആരൊക്കെയോ എഴുതി വെച്ച അറിവുകൾ വായിച്ചു കൊണ്ടിട്ടുള്ള സംസാരങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഖുർആൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കൂ, അവനല്ലാതെ വേറൊരു ഇലാഹില്ല, അവനോടല്ലാതെ മറ്റൊരാളോടും സഹായം തേടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് ആ ഒരു വചനമെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളിലുണ്ട്. മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും വിശ്വസിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവും അവൻ്റെ റസൂലും പ്രവാചകന്മാരൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അവനെയും വിശ്വസിക്കുക. ഇന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ പോലും അള്ളാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തന്നെയാണ് ഈ വിമർശിക്കപ്പെടുന്നവർ. അള്ളാഹ് മാത്രം ഉള്ളൂ എന്ന് പറയുന്നവർ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാതെ അവർക്ക് ബാങ്ക് വിളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അള്ളാഹിനെ മാത്രമല്ല വിളിക്കുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിനെ കൂടി ചേർത്തുകൊണ്ടാണ് ഒരു ബാങ്ക് വിളി നടക്കുന്നത്. അപ്പോൾ അള്ളാഹു തആലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഒരു ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഒരു സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരാളെ നമ്മളിലേക്ക് അയച്ചിട്ടുണ്ട്. അത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെല്ലാ മതവിഭാഗത്തിലും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ഒരു ഇബ്ലീസും ഉണ്ട്, ഒരു അള്ളയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് ഇബ്ലീസാണ്. കാരണം ഇബ്ലീസിൻ്റെ കാര്യങ്ങൾക്കാണ് എല്ലാവർക്കും താല്പര്യം. ഇബ്ലീസ് നമ്മളെ പല വഴിയിലേക്കും കൊണ്ടുപോകും. കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചകൾ കാണിപ്പിക്കും, ശരീരത്തിന് സുഖം തരുന്ന പ്രവൃത്തികൾ ചെയ്യിപ്പിക്കും, മനസ്സിന് വളരെയധികം ആനന്ദം കിട്ടുന്ന അനുഭൂതികളൊക്കെ തരുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുത്തും. ഇതൊക്കെ ഇബ്ലീസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അള്ളാഹിനെ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഇത്തരം അനുഭൂതികളും ആഗ്രഹങ്ങളും കൊതികളും, കാരണം എന്താ, ഈ ശരീരം ചീഞ്ഞളിഞ്ഞു പോകാനുള്ളതാണ്. ഇവിടെ കിട്ടുന്ന സുഖവും സന്തോഷമൊക്കെ താൽക്കാലികമാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ ഈ അള്ളാഹുവിനെ കണ്ടെത്തുന്നവർ. അവർ മരിക്കുന്നതിന് മുമ്പേ മരണത്തെ കാണുന്നവരാണ്. കാരണം ഞാൻ മരിക്കാനുള്ളവനാണ്, ഒന്നും വലിച്ചു വാരി തലയിൽ വെച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ അത് നടത്തി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നത് വളരെ ചുരുക്കം ആളുകളാണ്. ബാക്കിയുള്ള ആളുകളെല്ലാവരും ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മത്സരത്തിലാണ്. ഖുർആൻ പറയുന്നുണ്ട്, യൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ തഅൂദും വഹും യഖ്സിമൂൻ. എൻ്റെ ഘോരമായ ശബ്ദം നിങ്ങളെ പിടികൂടുന്ന ദിവസം നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടും. അപ്പം നമ്മളൊക്കെ എന്ത് തർക്കത്തിൽ ഏർപ്പെട്ടാലും ആ തർക്കം പൂർത്തീകരിക്കാൻ കഴിയാതെ നമ്മൾ മടങ്ങേണ്ടവരാണ്. അപ്പോൾ നമുക്ക് ഒന്നും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ ലോകമുണ്ടായ കാലം മുതലേ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ പ്രസംഗിച്ച് തളർന്നിട്ടും ഇന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടായിട്ടില്ല, തർക്കങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അതെല്ലാ മതവിഭാഗത്തിലും ആ തർക്കം നടക്കുന്നുണ്ട്. എല്ലാവരുടെയും വിശ്വാസപ്രകാരം ഞാനാണ് ശരി എന്നുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഏതാണ് ശരിയെന്ന് പോലും ആർക്കും അറിയില്ല. ഒരാൾ ചോദിക്കുകയുണ്ടായി, നിങ്ങളാദ്യം പഠിച്ചിട്ട് സംസാരിക്കാൻ. അതെ, ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്.
പുസ്തകത്തിൽ നോക്കി വായിച്ച് പഠിക്കലല്ല, ഞാൻ കണ്ടറിഞ്ഞ് പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത്. പുസ്തകത്തിൽ നിന്ന് പലതും വായിച്ച് പഠിക്കാൻ പറ്റും, അതെല്ലാം സത്യമാകണമെന്നില്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളിൽ ഓരോരുത്തർ എഴുതിയതാണ്. പാടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായി. ഒരു വ്യക്തി അനുഭവിച്ച അനുഭവ കഥയാണ് അത് സിനിമയാക്കിയത്. അതിൽ തന്നെ ധാരാളം തർക്കങ്ങൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നമുക്ക് യൂട്യൂബിൽ നോക്കി കാണാം. ചില സീനുകളൊക്കെ അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. കഥാകൃത്ത് ആ കഥയെ മനോഹരമാക്കാനായിട്ട് അയാളുടെ ഭാവനയും കൂടി ചേർത്ത് കൊണ്ടുപോയതാണ്. അപ്പം എന്നതുപോലെ ഏതൊരു വിഷയത്തിലും കുറേ ഭാവനകൾ ചേർത്ത് അതിനെ വർണ്ണിച്ച് പൊലിപ്പിച്ച് മനുഷ്യൻ്റെ മനസ്സിന് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലൊക്കെ അതൊരു ബിസിനസ് തന്ത്രമാണ്. പക്ഷെ ഞാൻ പറയുന്നതൊരു ബിസിനസ് തന്ത്രമല്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ഞാൻ അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ മടവൂരെന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാവ്യക്തി അബൂബക്കർ എന്ന പേരുള്ള, അപ്പോൾ ആ പേരിലല്ല അറിയപ്പെടുന്നത്, സി എം വലിയുള്ളാഹി അങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ പല ആളുകളും പലതരത്തിൽ പറയുന്നുണ്ട്. കുത്തുബുൽ ആലം എന്ന് പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ ഓരോ വ്യക്തികളുടെ കാഴ്ചപ്പാടുകളാണ്. എന്തായാലും അവർ സ്നേഹിച്ചത് അള്ളാഹുവിനെയാണ്, വേറൊന്നിനെ സ്നേഹിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹിനെ നമുക്ക് 99 നാമത്തിൽ വിളിക്കാം. ആ 99 നാമത്തിന് ഉടമസ്ഥൻ അള്ളാഹുവാണ്. യാ കബീർ എന്ന് വിളിച്ചാലും, യാ ജബ്ബാർ എന്ന് വിളിച്ചാലും, യാ ജലീൽ എന്ന് വിളിച്ചാലും, യാ സത്താർ എന്ന് വിളിച്ചാലും, യാ റസാഖ് എന്ന് വിളിച്ചാലൊക്കെ അള്ളാഹ് തന്നെയാണ്. അപ്പോൾ എന്നതുപോലെ കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാലും ഗൗസുൽ ആദം എന്നൊക്കെ, അങ്ങനെ ഓരോരുത്തരെയും ഓരോ രീതിയിലൊക്കെ അവരവരുടെ മുഹബത്തുള്ള ആൾക്കാർ ആ പുകഴ്ത്തി അങ്ങ് പറയും. അതൊന്നും തെറ്റല്ല, പുകഴ്ത്തുന്നത് അള്ളാനെയാണ്, അല്ലാണ്ട് ആ വ്യക്തിത്വത്തെ അല്ല. കാരണം ഉള്ളിലുള്ള ആ സത്തിനെയാണ് എല്ലാവരും സ്നേഹിക്കുന്നത്, വ്യക്തിയെയല്ല. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള സത്തിനെയാണ് എല്ലാവരും സ്നേഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ കാഞ്ഞിരമുറ്റത്ത് ഷെയ്ഖ് ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജാറത്തിൽ പോയി നിന്നാൽ നമ്മളവിടെ നിന്നുകൊണ്ടിട്ട് കാഞ്ഞിരമുറ്റം ഷെയ്ഖ് ഫരീദുദ്ദീനെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തു തരണേ എന്നല്ല ദുആ ചെയ്യുന്നത്. മറിച്ച് നമ്മളവിടെ നിന്ന് അള്ളാഹുവിനോടാണ് ദുആ ചെയ്യുന്നത്, അവരെ സാക്ഷ്യം വഹിച്ചുകൊണ്ട്. അപ്പോൾ പല ആളുകളും പല രീതിയിലാണ് ഈ പറയുന്ന ദർഗയിലേക്ക് വരുമ്പോൾ വ്യക്തമായി അറിവുള്ളവരും വ്യക്തമായി അറിവില്ലാത്തവരും ഒക്കെ വരുന്നുണ്ട്. ഓരോ ആൾക്കാരും അവരവരുടേതായ കാഴ്ചപ്പാടിലൂടെ നിന്നുകൊണ്ടാണ് അവിടെ പ്രാർത്ഥന നടത്തുന്നത്. ഒരുപക്ഷെ കാണുന്നത് നമ്മൾക്ക് തന്നെ ചിലപ്പോൾ എന്താ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, എല്ലാം മുഹബത്താണ്, മുഹബത്ത് കൊണ്ട് ചെയ്യുന്നതാണ്. മറ്റൊരു വിഷയം അതിൻ്റെ അകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്ന് കൊടുക്കുന്ന ഈ പറയുന്ന വെളിച്ചെണ്ണ, തുണി, പച്ചത്തുണി കഷ്ണങ്ങൾ, അങ്ങനെ ഓരോ സാധനങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പലതരത്തിലേക്ക് വിമർശനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്. പണ്ടൊരിക്കൽ എന്നോട് ഒരാൾ ഇതുപോലെ ചോദിച്ചു, അവിടെ ഇങ്ങനെ ഈ ചെല്ലുമ്പോൾ വെളിച്ചെണ്ണ കൊടുക്കുന്നു, ഈ തുണിക്കഷ്ണങ്ങൾ കൊടുക്കുന്നു, ഇതൊക്കെ ശിർക്കല്ലേ, ഇതൊക്കെ അമ്പലത്തിൽ നിന്ന് വഴിപാട് കൊടുക്കണ പോലെയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടി നിങ്ങളോട് വന്നിട്ട് ബാപ്പ എനിക്കൊരു 5 രൂപ തരുമോ? എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ കൂട്ടുകാരനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് കടകളിലൊക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാവും. 5 രൂപ, 10 രൂപ, 20 രൂപ ഒക്കെ വില വരുന്ന ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ. ഇതാണ് സ്കൂളിൽ നിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിരിയാൻ പോകുന്നൊരു സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ തൻ്റെ സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ആ സുഹൃത്ത് ഈ സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരം ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഒരു ചെറിയൊരു റോസാപ്പൂ അവനിക്ക് കൊടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടിയത് കൊണ്ട്, ഇതൊക്കെ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ, ഒരു സ്മരണ. അത് അവൻ വീട്ടിൽ കൊണ്ട് വളരെയധികം സൂക്ഷിച്ചു വെക്കും, എൻ്റെ ഫ്രണ്ട് തന്നതാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്നതുപോലെ അവരോടുള്ള മുഹബത്തിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നൊരു ഗിഫ്റ്റാണത്. അത് അവരോടുള്ള സ്മരണയാണ്.
അപ്പോൾ ആ സ്മരണയിലാണ് അത് വാങ്ങിക്കൊണ്ട്, അല്ലാണ്ട് ആ തുണിക്കഷ്ണത്തിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതല്ല. അത് അവരോടുള്ള ആ സ്മരണയിൽ കിട്ടുന്ന ഒരു ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് നമ്മൾ ആ സ്നേഹത്തിൽ, ആ മുഹബത്തിൽ എടുത്തിട്ട് പോരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലർക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വെച്ചുകൊണ്ട് ആ ഗിഫ്റ്റ് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനും തെളിവുകളുണ്ട്. ഒരു തുണിക്കഷ്ണം കൊണ്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. അതൊക്കെ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് ഈ ലോകത്തുള്ള എല്ലാവരും നന്നാകുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. എല്ലാവരും നന്നാകാൻ വേണ്ടിയിട്ടുമല്ല സംസാരിക്കുന്നത്. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2 പേരോ 3 പേരോ ചിലപ്പോൾ ഇത് മനസ്സിലാക്കും. അത് മതി. അങ്ങനെ മനസ്സിലാക്കി വന്നവരാണ് ഇന്ന് ഈ 17-ാം തീയതി അവിടെ ഉറൂസ് അവസാനിക്കുമ്പോൾ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ട എത്രയോ വാഹനങ്ങൾ, വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ സ്ഥലമില്ല, അത്രയും ജനങ്ങൾ അവിടെ ഉണ്ടായത്. ഈ അനുഭവങ്ങളില്ലാതെ ആരെങ്കിലും വരുമോ? അപ്പോൾ ധാരാളം ആളുകൾ അവിടെ എത്തുന്നത് അനുഭവം കൊണ്ട് തന്നെയാണ്. അവർക്കുണ്ടാകുന്നത് ഒരു ഗുണവും ഇല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് വരുമോ? അപ്പോൾ അവരോടുള്ള മുഹബത്ത്, ആ സ്നേഹത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും അവരുടെ സങ്കടങ്ങൾക്ക് വെളിച്ചമുണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരും അവിടെ എത്തുന്നത്, ഈ പറയുന്ന ഞാനടക്കം. അപ്പോൾ അനുഭവിക്കാതെ എവിടെയും പോകാതെ വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയണ കേട്ടിട്ട് അത് ശരിയല്ല, ഇത് ശരി, അതെല്ലാവർക്കും പറ്റും. ആരും ശരിയല്ല എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ശരിയുടെ ഒരു ലോകം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഒരിക്കലും ഞാനൊരു പള്ളിയിലെ ഖത്തീബിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദെ വെള്ളിയാഴ്ച ജുമയ്ക്ക് 40 പേര് ഇരിപ്പുണ്ട്. ഈ 40 പേര് ഇരിക്കുന്നതിൽ 20 പേര് പൈസ ഉള്ളവരും 20 പേര് പൈസ ഇല്ലാത്ത ആൾക്കാരുമാണെന്ന് കരുതിക്കോ. അപ്പോൾ കാശുകാരായ 20 പേരുടെ മക്കളെ ഡോക്ടറാക്കാനും വക്കീലാക്കാനും എൻജിനീയറാക്കാനും അതുപോലെ തന്നെ അങ്ങനെ വലിയ വലിയ ജോലികളിലേക്കൊക്കെ വിദേശത്തേക്കൊക്കെ അയച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ സാധാരണ പണി ചെയ്ത് ജീവിക്കുന്ന മക്കളുടെ രക്ഷിതാക്കളും ഉണ്ടാവും. അപ്പോൾ ആ പള്ളിയിലെ ഖത്തീബ് അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവേ എല്ലാ രോഗങ്ങളെ തൊട്ടും കാക്കണേ തമ്പുരാനെ, എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും കാക്കണേ തമ്പുരാനെ, എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യുമ്പോൾ ഇതിൽ ആരാണ് ശരിക്കും ആമീൻ പറയേണ്ടത്? ഈ ഡോക്ടറാക്കാൻ വേണ്ടി വിട്ട വാപ്പ ഇവിടെ രോഗങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ദുആ ചെയ്താൽ സ്വന്തം മോനെ ചതിക്കല്ലേ? രോഗമുണ്ടെങ്കിലല്ലേ ആ മോനിക്ക് ജീവിക്കാൻ, ഇയാൾ ഈ കാശ് മുടക്കിയതിനൊക്കെ ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉസ്താദ് പറയുന്ന രോഗങ്ങളൊന്നും വരുത്തല്ലേ തമ്പുരാനെ എന്ന് പറഞ്ഞാൽ ഈ വാപ്പ ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മോനെ ചതിക്കല. അപ്പോൾ ആ ദുആയിൽ തന്നെ എന്തർത്ഥമാണുള്ളത്? അപ്പോൾ എല്ലാം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ കുറേ തെറ്റുകൾ അങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര കാലമായി, ജനിച്ച കാലം മുതൽ കുളിക്കാൻ തുടങ്ങിയതാ, ജനിച്ച കാലം മുതൽ പല്ല് തേക്കാൻ തുടങ്ങിയതാ, ജനിച്ച കാലം മുതൽ ഇട്ട വസ്ത്രങ്ങൾ അലക്കാൻ തുടങ്ങിയതാ, നമ്മുടെ വീട് അടിച്ചു വാരാൻ തുടങ്ങിയിട്ട് എല്ലാ ദിവസവും അടിച്ചു വാരുന്നു. പൊടികളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കണേന്. അപ്പോൾ ആ പൊടി ചുമന്നുകൊണ്ട് നടക്കുന്നവരും അത് അടിച്ചു വാരി കളയുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് വരുന്ന അഴുക്കുകളെയൊക്കെ അടിച്ചു വാരി കളഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മറ്റവർ ആ അഴുക്കും ചുമന്നുകൊണ്ട് അത് അങ്ങനെ എണ്ണി കൂട്ടി അവർ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പം അതുകൊണ്ട് നന്നാവേണ്ടവർ നന്നാകും, നശിക്കേണ്ടവർ നശിക്കും. അപ്പോൾ നമുക്കാരെയും നന്നാക്കാൻ പറ്റില്ല. എങ്കിലും അറിഞ്ഞുപോയ അനുഭവങ്ങൾ പറയുക, അത് മനസ്സിലാക്കിയവർ മനസ്സിലാക്കി, വെറുതെ മനസ്സിലാക്കിയാൽ പോരാ, അന്വേഷിക്കണം, ഇറങ്ങിച്ചെല്ലണം, അതിൻ്റെ ഓരോ സത്യങ്ങളും കണ്ടെത്താൻ ശ്രമിക്കണം. അല്ലാതെ നമ്മളെവിടെയും പോകാതെ വീട്ടിലിരുന്ന് യൂട്യൂബ് നോക്കിയിട്ട് പിന്നെ ഇതൊക്കെ ശിർക്കാണ്, അതൊക്കെ അതാണ്, മറ്റതാണ്, മറിച്ചതാണ്. ഇപ്പോൾ രാത്രിയിൽ ഒരാൾ ഉമ്മാക്ക് ഗ്യാസ് കയറിയിട്ട് മകൻ സോഡ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോയി കഴിഞ്ഞാൽ സോഡയും കൊണ്ട് വരുമ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ
പറയും ഇന്നലെ നമ്മുടെ മജീദ് സോഡയും കൊണ്ട് പോകണ്ടായിരുന്നു, അവനിപ്പോൾ വെള്ളമടി തുടങ്ങിയാന്ന് ചോദിക്കുന്ന കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്നാൽ മജീദിനെ വിളിച്ച് ചോദിക്കൂല എന്താണ് ഇന്നലെ സോഡയൊക്കെ ആയിട്ട് പോകണ്ടായല്ല എന്ന് ചോദിക്കൂല. അപ്പോഴത്തേക്കും നാട്ടിൽ ഫ്ലാഷായിട്ടുണ്ടാവും മജീദ് കള്ളുകൂടിയനുമായി. അപ്പം അങ്ങനെ പരദൂഷണം പറയുന്ന ഒരു വിഭാഗവും എങ്കിൽ അത്തരക്കാരെ മനസ്സിലാക്കിക്കൊണ്ടിട്ട് സൂക്ഷ്മത പാലിച്ച് ജീവിച്ചു പോകുന്ന വളരെ ചുരുങ്ങിയ ആളുകളുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുക. അല്ലാതെ എന്തെങ്കിലും ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇയാൾ എന്താ ഈ പറയണത് എന്ന് ചോദിക്കരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് ആദ്യം പോയി അന്വേഷിച്ച് അറിഞ്ഞ് ബോധ്യപ്പെടുക. ബോധ്യപ്പെട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അതാണ് അതിൻ്റെ ഒരു രസം. അല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ പറയാൻ എളുപ്പം കഴിയുന്ന വാക്കാണ്. എന്നാലൊരു ശരി കണ്ടെത്തണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യണം. യാത്ര ചെയ്താലേ നമുക്ക് ആ ശരി കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ധാരാളം യാത്രകൾ ചെയ്തു, ധാരാളം ഖബറിടങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ നടക്കുന്ന സ്ഥലങ്ങളുമുണ്ട്, എങ്കിൽ മറ്റിതര അനാചാരങ്ങൾ നടക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അനാചാരം കാണാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഇപ്പോൾ കാഷ്ടം കിടപ്പുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ വഴി മോശമാണെന്ന് പറയാൻ പറ്റും. നമുക്ക് പോയേ പറ്റുള്ളൂ. അതിൽ കൂടി കാഷ്ടം അവിടെ ഉണ്ടാകും, നമ്മളെ ചവിട്ടാണ്ട് നടന്നു പോവുക, അത്രയേ ഉള്ളൂ. അപ്പം എന്നതുപോലെ മഹാന്മാരെ സ്നേഹിക്കാൻ പോകുന്നവർ അവരെ കാണുക, അവരോട് അവിടെ പലതും കാണും. എല്ലാത്തിലേക്കും നോക്കിയാൽ അപ്പോൾ ഈ റോട്ടിലൂടെ പോകുമ്പോൾ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു, നമ്മൾ ആ സംഭവങ്ങൾ നോക്കി നടന്നാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റും. അപ്പോൾ പലതും അരങ്ങേറും. നമുക്ക് മനസ്സിലാക്കിയതിൽ നമ്മൾ യാത്ര ചെയ്യുക, മനസ്സിലാക്കിയതിനെ ഉൾക്കൊള്ളുക, മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രം മനസ്സിലെടുക്കുക. സംശയാലുക്കൾ അവരുടെ സംശയം ആ സംശയവും കൊണ്ട് ജീവിച്ച് മരിക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ നിങ്ങൾ യാത്ര ചെയ്യണം. അല്ലെങ്കിൽ നാളെ ഇതെല്ലാം ശരിയാണെന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ സംശയാലുക്കൾ അത് അനുഭവിക്കാൻ അത്തരം ധാരാളം 1-2 പേരൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അത് വിദേശത്തും ഇവിടെയും എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ എത്ര സ്ഥലത്താണ് അവരുടെ ഉറൂസ് നടക്കുന്നത്. അപ്പോൾ മടവൂർ ഷെയ്ഖിനെ കുറിച്ച് എന്നല്ല, ഈ ലോകത്തുള്ള ഒരു പരിധി വരെയുള്ള എല്ലാ മഹാരഥന്മാർക്കും അവരവരുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു ത്യാഗത്തിൻ്റെ കഥ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ പുസ്തകത്തിൽ നിന്ന് വായിച്ചറിയുന്ന അറിവുകളല്ല, നമ്മൾ അനുഭവിച്ചറിയുന്ന അറിവുകൾ അനുഭവിച്ചവരോട് ചെന്ന് ചോദിക്കുക. വായിച്ചറിഞ്ഞവരോട് ചോദിച്ചിട്ട് കാര്യമില്ല, അനുഭവിച്ചറിഞ്ഞവരോട് ചോദിക്കുക. അതാണ് ഉത്തമമായ മാർഗം. അള്ളാഹു എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാം നേരായ ബുദ്ധി നൽകട്ടെ. സ്നേഹപൂർവ്വം ഷാജി യൂസഫ്.